ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ ചാറ്റ് വിത്ത് ആതിര. ഇന്നത്തെ വീഡിയോ ദുബായ് ഡേ 4 വീഡിയോ ആണ്. അപ്പോൾ പതിവ് പോലെ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിലെ സിങ്ക് ബ്ലോക്ക് ആയിട്ട് അത് റെഡിയാക്കാൻ വന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ റെഡിയാവുകയാണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ അല്ല, ബിക്കോസ് എന്താ വെച്ചാൽ ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ അധികം വീഡിയോ എടുത്ത് ആ ഒരു ഇതിനുള്ള ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഡേ ടു ഡേയിലാണ്. അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ എടുക്കുന്നത്. ഇത് മെട്രോ ആണ് കേട്ടോ. അപ്പം നിതീസിനാണെങ്കിൽ മെട്രോ എവിടെ കണ്ടാലും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മാമിക്കുട്ടൻ എന്നെ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കണ്ടത്. മാമിക്കുട്ടൻ എന്നെ അന്തം വിട്ട് നോക്കുന്നുണ്ട്, ഇതെന്തോ ആണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്ക് ചിരി വന്നായിരുന്നു ഈ വീഡിയോ എടുത്തപ്പോൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി, എപ്പോഴും ഞാനാണ് കേട്ടോ ബാക്കിൽ, ഏറ്റവും ബാക്കിൽ എപ്പോഴും ഞാൻ തന്നെയായിരുന്നു. വാവമ്മിന് ഇടയ്ക്ക് ഫ്രണ്ടിലൊക്കെ പോയെങ്കിലും ബാക്കിൽ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനി അമ്മ വേണം ബാക്കിലിരിക്കാമെന്ന് പറഞ്ഞു. കാരണം ബാക്കിലിരുന്ന് ഇറങ്ങാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് പറ്റില്ല. സോ ഞാൻ തന്നെയാണ് ഇരുന്നത്. അപ്പം ഇപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ ഒരു റൂളറിൻ്റെ ഹൗസാണെന്ന് ഞങ്ങൾക്ക് ആ ടാക്സിയിൽ പുള്ളി പറഞ്ഞു തന്നായിരുന്നു. ഇത് റൂളറിൻ്റെ ഹൗസാണെന്ന്. അങ്ങനെ അവിടേക്ക് കുറച്ച് എന്ന് വെച്ചാൽ സീസൺ അനുസരിച്ച് ഫ്ലവേഴ്സ് ഒക്കെ അവിടെ നിന്ന് മാറ്റും. അതായത് ഇപ്പം ഈ ടൈമിൽ ഈ ഫ്ലവേഴ്സ് ആണ് വെക്കുന്നതെങ്കിൽ കുറച്ച് ചൂടുള്ള ക്ലൈമറ്റ് വരുമ്പോൾ ഇവരിതിനെല്ലാം മാറ്റിയിട്ട് അടുത്ത സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് വയ്ക്കും. അങ്ങനെയാണ് വാവ് പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഷോപ്പിങ്ങിന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഞാനും ഒരു വഴിക്ക്, നിതീസും ഒരു വഴിക്കാണ്. ഞാൻ പിന്നെ അമ്മേനെയും വാവേനെയും ഒന്നും അവിടെ കണ്ടതേ ഇല്ല. ഞാനും ഇതുകൊണ്ടും കൂടി ഫുൾ സാധനങ്ങൾ നോക്കലായിരുന്നു. ഒരാൾ സജസ്റ്റ് ചെയ്യുന്നു, വേറൊരാൾ എടുക്കുന്നു, അങ്ങനെ ഫുൾ ഒരു ബഹളമായിരുന്നു. അങ്ങനെ ഷൂസ്, സോക്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിതീസിന് ഇതുപോലത്തെ പെൻസിൽ, പെൻ, ഇറേസർ, അങ്ങനത്തെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും വാങ്ങി. ഒരു 4 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങളെല്ലാവരും ടയേർഡായി. 2 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തന്നെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിരിച്ചു വന്നു. കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ കൂടുതലും സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ടില്ലായിരുന്നെങ്കിലും കുഞ്ഞായിട്ട്. അപ്പോൾ അവിടെ നിന്ന സമയത്ത് ചൂടും മഴയും എല്ലാം നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് TV ഒക്കെ കണ്ടിട്ട് അടുത്ത ഞങ്ങൾ പോയത് ലുലു മോളിലാണ്. അപ്പം ദുബായിലെ ലുലു മോളിൽ ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. അപ്പം മെയിനായിട്ട് പോയത് അമ്മയ്ക്കും അച്ഛനും മൊബൈലും കൂടി വാങ്ങണമുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ വാമിക്കൊണ്ട് താഴെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങളങ്ങനെ താഴെ ഇറക്കാറില്ല. പക്ഷെ ഭയങ്കരമായിട്ട് കരയുമ്പോൾ പിന്നെ കുറച്ച് നേരത്തേക്ക് താഴെ ഇറക്കും. അങ്ങനെ ലുലു മോളിൽ നിന്ന് ഡേറ്റ്സ്, പിന്നെ ടാങ്ക്, അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിയിട്ട് പിന്നെയാണ് ഞങ്ങൾ മൊബൈൽ വാങ്ങാനായിട്ട് പോയത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഷോപ്പിങ്ങിൽ അധികം കൂടുതൽ ഞാൻ വീഡിയോസ് അങ്ങനെ എടുക്കാനായിട്ട് എനിക്കൊരു ഗ്യാപ്പ് കിട്ടാറില്ല. മൊബൈൽ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എനിക്ക് സാധനം വാങ്ങിക്കേണ്ട ഒരു ഫ്ലോ അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ മൊബൈൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുക്കുകയാണ് ചെയ്തത്. അതായത് ഇന്നത്തെ വീഡിയോ ലെങ്തി അല്ലാതായി പോയത്. അങ്ങനെ ഈ ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാനും വാവയും സെയിം ദുബായിൽ നിന്ന് റൈറ്റിംഗ് ഉള്ള ഒരു ടീഷർട്ട് ഡേ ടു ഡേ എന്ന് എടുത്തായിരുന്നു. അങ്ങനെ അമ്മ ഏത് മൊബൈൽ വേണം, കൊള്ളാം എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി ഷോപ്പിംഗ് ഡേ വീഡിയോ, ദുബായ് ഡേ 4 വീഡിയോ. അപ്പം ഞാനിനി ഡേ 5 വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ബൈ.